ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഫെബ്രുവരി 7-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അതിന്റെ സൊല്യൂഷൻസും ആണ്. ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് മൂവ് ടു a വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 8/125 തുല്യമായ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8/125 കേട്ടോ. അപ്പൊ 8/125 നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹരിച്ചു നോക്കുക, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലെ. ഇപ്പൊ 8നെ 125 അങ്ങ് ഹരിച്ചോ. 0.80 എന്ന് പറഞ്ഞാൽ 125-നേക്കാളും ചെറുതാണ്. വീണ്ടും ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി? 800 ആയിട്ട് മാറി. 100-ല് 800 കിട്ടണ എത്ര പ്രാവശ്യത്തിലാണ്? 8 തവണയാണ് അല്ലെ. 100 × 8 ആണ് 800. പക്ഷെ ഇവിടെ 100 ആണോ? അല്ല, 125 ആണ്. അപ്പൊ നമുക്കൊരു 6-ഓ 7-ഓ ചെയ്ത് നോക്കാം. നമ്മുടെ ഓപ്ഷനിലെല്ലാം തന്നെ 6 തന്നിരിക്കുന്നത്. അപ്പൊ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, 6 തന്നെയാണ് കേട്ടോ. അപ്പൊ 6 × 5 30 ശിഷ്ടം 3. 6 × 2 12, 12 3 15 ശിഷ്ടം 1. 6 1 6, 6 1 7. കണ്ടോ, 750 എന്ന് കിട്ടി. അപ്പൊ അത് എഴുതി കൊടുത്തു. 750 എത്ര തവണ? 6 തവണ. ഇനി ഇത്രയും ചെയ്താൽ മതി കേട്ടോ, ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഓപ്ഷനകത്ത് 0.06 എന്ന് പറയുന്നത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സിയിൽ മാത്രമേ 0.06 എന്ന് വരുന്നുള്ളൂ അല്ലെ. ബാക്കി എല്ലാം 6.4, 0.64, 64 എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കാം. ബാക്കി ചെയ്ത് തീർക്കാൻ വാശിയൊന്നും പിടിക്കേണ്ട. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ചെയ്ത് കാണിച്ചു തരാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുമ്പോൾ ഇത്രയും ചെയ്ത് ആൻസർ അങ്ങ് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ 800-ൽ നിന്ന് 750 പോയാൽ ബാക്കി 50. ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു. 125-ൽ എത്ര തവണയാണ് 500? 125 × 4 500 എന്ന് കിട്ടി. കണ്ടോ, പക്ഷെ ഇഷ്ടം നമുക്ക് 0 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, 0.064. അടുത്ത ചോദ്യം. ഈ ചോദ്യം നമ്മൾ പ്രിഡിക്ട് ചെയ്തൊരു ചോദ്യമായിരുന്നു അല്ലെ. ഫ്രാക്ഷനെ എങ്ങനെ ദശാംശ സംഖ്യയാക്കി മാറ്റാം, ഉറപ്പായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വന്നൊരു ചോദ്യം തന്നെയായിരുന്നു. അടുത്ത ചോദ്യം നമ്മുടെ ബോർഡ് മാസ് റൂൾ സിംപ്ലിഫിക്കേഷനിൽ വന്നൊരു ചോദ്യമാണ്. ഇത് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഹരണം ചെയ്യണം. 32-നെ 4-മായിട്ട് ഹരിക്കുക. എത്ര വരും? 4 × 8 32. അപ്പൊ ഈ പോർഷൻ എന്തായിട്ട് മാറി? 8 ആയിട്ട് മാറി. +10 - 18. ഇനി ഫ്രണ്ടിൽ കിടക്കുന്ന ആൾ അടുത്ത നമുക്ക് സ്റ്റെപ്പ് ഗുണിക്കാം അല്ലെ. അപ്പൊ ഗുണിച്ചോ. 25 × 3 75. കണ്ടോ. ഇനി പ്ലസ് ഉള്ളവരെല്ലാം ഒരുമിച്ച് കൂട്ടുക, മൈനസ് ഉള്ളവരെല്ലാം ഒരുമിച്ച് കൂട്ടുക, പ്ലസും മൈനസും വരുമ്പോൾ കുറയ്ക്കുക. 75 + 10 85 എന്ന് കിട്ടി. ഓക്കെ. മൈനസ് 18 8. 18 8 കൂടെ കൂട്ടാലോ. 18 8 എത്ര വരും? 8 8 16 ശിഷ്ടം 1 1 1 2 26 എന്ന് വരും. ഇപ്പൊ രണ്ടുപേരും മൈനസ് ആണെങ്കിൽ അവർ തമ്മിൽ കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യണം? മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. നമ്മൾ പഠിച്ചതാണേ. 85-ൽ നിന്നും 26 കുറച്ചോ. 5-ൽ നിന്ന് 6 പോയില്ല. 15-ൽ നിന്ന് 6 പോയാൽ 9. 7-ൽ നിന്നും 2 പോയാൽ 5. നമ്മുടെ ഉത്തരം എത്ര വന്നു? 59 എന്ന് വന്നു. ഓപ്ഷൻ നോക്കാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, 59. അടുത്ത ചോദ്യം. 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ആദ്യം നമുക്ക് നീളം തന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ ട്രെയിനിന്റെ നീളമാണ് നമ്മൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരമായിട്ട് എടുക്കേണ്ടത്. ഓക്കെ. ഇപ്പൊ എത്രയാ തന്നിരിക്കുന്നേ? 225 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 225 മീറ്റർ. ഇനി നമ്മുടെ തീവണ്ടിയുടെ സ്പീഡ്, വേഗത നമുക്കറിയാം. സ്പീഡ് അല്ലെങ്കിൽ വേഗത നമുക്ക് എത്രയാ തന്നിരിക്കുന്നേ? 54 km/h എന്നാ തന്നിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ 54 കിലോമീറ്റർ. ഇനി നോക്കിക്കേ, ഇവിടെ മീറ്ററും ഇവിടെ കിലോമീറ്ററും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് നോക്കിക്കേ, എല്ലാം സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും മീറ്റർ/സെക്കൻഡേ വരാൻ പറ്റുള്ളൂ. ഈ km/h നമ്മൾ എന്താക്കണം? മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റണം. മാറ്റാലോ. ഇപ്പൊ കിലോമീറ്റർ എന്ന് പറയുന്ന വലിയ സംഖ്യയെ മീറ്റർ എന്ന് പറയുന്ന ചെറിയ സംഖ്യയാക്കി മാറ്റാൻ ചെറിയ നമ്പറായ
5/18 കൊണ്ട് ഗുണിക്കണം. നമ്മൾ അങ്ങനെയാ പഠിച്ചത് അല്ലേ? വലുതിനെ ചെറുതാക്കാൻ ചെറിയ സംഖ്യ മുകളിൽ 5/18. നേരെ തിരിച്ചാണെങ്കിലോ, മീറ്ററിനെ കിലോമീറ്റർ ആക്കാനാണെങ്കിലോ ചെറുതിനെ വലുതാക്കണമെങ്കിൽ 18 മുകളിൽ വന്നേനെ, വലിയ സംഖ്യ മുകളിൽ വരും. നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചതായിരുന്നു അല്ലേ? അപ്പൊ 54 ഗുണം 5/18 ചെയ്താൽ മതി. അപ്പൊ ഇത് എന്തായിട്ട് മാറും? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറും. അപ്പൊ നോക്കിക്കേ, 5 ഗുണം 3 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് സ്പീഡ് കിട്ടി. ഇനി ചെയ്യാം. എന്തുകൊണ്ടാ? സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണ്, ദൂരം മീറ്ററിലാണ്. നമ്മുടെ ഉത്തരം നമുക്ക് എന്തിൽ കിട്ടും? സെക്കൻഡിൽ കിട്ടും. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടേ? സമയമാണ് കാണേണ്ടത്. സമയം കാണാൻ ദൂരത്തിനെ നമ്മുടെ വേഗതയുമായിട്ട് ഹരിക്കണം. എപ്പോഴും ദൂരത്തിനെയാണ് ഹരിക്കുന്നത് കേട്ടോ. അപ്പൊ ദൂരം എത്രയാണ്? 225 ബൈ നമ്മുടെ സ്പീഡ് എത്രയാണ്? 15. വെട്ടാലോ? 15ന്റെ വർഗമാണ് 225. 15 ഗുണം 1 15, 15 ഗുണം 15 225. അപ്പൊ നമ്മളുടെ ഉത്തരം എത്ര വന്നു? 15 സെക്കൻഡ് എന്ന് വന്നു. കണ്ടോ, വളരെ സിമ്പിൾ ആയില്ലായിരുന്നോ? അപ്പൊ നമ്മുടെ ഉത്തരം നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി 15 സെക്കൻഡ് എന്ന് കിട്ടി. അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി 43 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും തിരിഞ്ഞ തരാറല്ലേ? നമുക്ക് ശരാശരി ഭാരം തരും, എന്നിട്ട് പുതിയതായിട്ട് വന്ന കുട്ടിയുടെ ഭാരം കാണുക, ആ രീതിയിലാണ് ചോദിക്കാറ്. നേരെ തിരിച്ച് ചെയ്യണം എന്നേ ഉള്ളൂ. നമുക്ക് രണ്ട് രീതിയിൽ ഈ ചോദ്യം ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് മെത്തേഡിനകത്ത് ഈ വാല്യൂ ഒക്കെ ഇട്ട് കൊടുക്കുക, കിട്ടാത്ത ആളെ കണ്ടുപിടിക്കുക, അങ്ങനെ ചെയ്യാം. രണ്ടാമത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ഗുണിച്ച് കണ്ടുപിടിക്കുക. രണ്ട് രീതിയും കാണിച്ചു തരാം. ഏതാണോ സിമ്പിളായി തോന്നുന്നത് ആ രീതി പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഒന്നാമത് നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? 11 കുട്ടികളുണ്ട്, ശരാശരി ഭാരം എത്രയാണ്? 43. അപ്പൊ 11 കുട്ടികളുടെ ശരാശരി ഭാരം എത്ര? 43 ആണ്. ഇനി ഒരു കുട്ടി ആ ഗ്രൂപ്പിലേക്ക് വന്നു. എത്ര വെയിറ്റ് ഉള്ള കുട്ടിയാ വന്നേ? 40 കിലോ വെയിറ്റ് ഉള്ള കുട്ടി വന്നു. അപ്പൊ 11 കുട്ടികളുടെ ശരാശരി ഭാരം 43. ഞാൻ 11നെ 43മായിട്ട് ഗുണിച്ചു. പ്ലസ് 40 കിലോ വെയിറ്റ് ഉള്ള ഒരു കുട്ടിയും കൂടെ ആ ഗ്രൂപ്പിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ തുക കിട്ടി. ഇനി അതിനെ എന്ത് ചെയ്യണം? ആകെയുള്ള അംഗങ്ങളുടെ എണ്ണവുമായിട്ട് ഹരിക്കണം. എപ്പോഴും ശരാശരി നമ്മൾ അങ്ങനെ ഹരിച്ചാ കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പൊ 11 കുട്ടികൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരാളും കൂടെ വന്നു. അപ്പൊ എത്രയായി? 12 ആയി. കണ്ടോ, 11 കുട്ടികൾ ഉണ്ടായിരുന്നു, ഒരാളും കൂടെ വന്നപ്പോൾ 12. അപ്പൊ ഇതെന്തിന് തുല്യമായിരിക്കും? നമ്മുടെ പുതിയ ശരാശരിക്ക് തുല്യമായിരിക്കും. അപ്പൊ കണ്ടുപിടിക്കാമല്ലോ. 11 ഗുണം 43 ചെയ്യാൻ 3 ആദ്യം എഴുതി, 4ഉം 3ഉം കൂടെ കൂട്ടുക 7, 4നെ എടുത്ത് എഴുതുക. 11മായിട്ട് ഏത് സംഖ്യയെ ഗുണിക്കാനും വളരെ സിമ്പിളാണ്. 3 ആദ്യം എഴുതി, 4ഉം 3ഉം 7, 4നെ ഇറക്കി എഴുതി, 473 പ്ലസ് 40 ബൈ 12. ഇനി കൂട്ടിക്കോ, 3ഉം 0ഉം 3, 7ഉം 4ഉം 11, ശിഷ്ടം 1, 1ഉം 5, 513 ബൈ 12 എന്ന് കിട്ടി. 513നെ 12മായിട്ട് ഹരിച്ചോ. 12 ഗുണം 51 വരില്ല, 12 ഗുണം 4 48 എന്ന് വരും. ശിഷ്ടം 3, 3ഉം കൂടെ ഇറക്കി എഴുതിക്കോ, 33. 12 ഗുണം 2 24, പോയിട്ട് എത്ര വരും? 24ഉം 10ഉം 34 ആയി പോവും. 9 എന്ന് കിട്ടി. പോയിന്റ് ഇട്ട് കൊടുക്കാം, 90 എന്ന് കിട്ടി. 100 വരില്ല, പക്ഷെ അതിന്റെ പുറകിൽ വരുന്ന സംഖ്യ പിന്നെ ഏതാ ഉള്ളത്? 84 വരും. അപ്പൊ നമുക്ക് എത്രാമതാ 84 വരുന്നത്? 12 ഗുണം 7, 12 ഗുണം 7 84 എന്ന് കിട്ടി. ശിഷ്ടം 6 എന്ന് വന്നു. ഒരു 0 കൂടെ ഇട്ട് കൊടുക്കാലോ. അപ്പൊ എത്ര വരും? 12 ഗുണം 5 60 എന്ന് കിട്ടി. കണ്ടോ, അപ്പൊ നമ്മളുടെ ശരാശരി എത്ര വന്നു? 42.75 എന്ന് കിട്ടി. ഓക്കെ, ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ എ 42.75 കിലോഗ്രാം ആണ് നമ്മളുടെ ആൻസർ കേട്ടോ. ഇനി രണ്ടാമത്തെ മെത്തേഡ് കാണിച്ചു തരാം. ആദ്യം പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം എഴുതുക. 40 കിലോയാണ് പുതിയതായിട്ട് വന്ന കുട്ടിയുടെ ഭാരം. സാധാരണ നമ്മൾ അതാണ് കണ്ടുപിടിക്കാറ്. അപ്പൊ അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ 40 അങ്ങോട്ട് എഴുതി വെച്ചു. ഇനി പഴയ ശരാശരി എത്ര? പഴയ ശരാശരി എത്രയാണ്? 43 ആണ്. ഞാൻ 43 എന്ന് എഴുതി. ഇനി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ നമ്മുടെ ശരാശരി എന്ത് ചെയ്യണം? ശരാശരി കൂടണം അല്ലെ? പുതിയതായിട്ട് ഒരാൾ വന്നാൽ ശരാശരി കൂടണം.
ഒരാൾ പോയാൽ ശരാശരി കുറയണം, അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ, എല്ലാ ഓപ്ഷനും 43-നേക്കാളും ചെറുതല്ലേ തന്നേക്കുന്നേ. അതായത് ശരാശരി എന്ത് ചെയ്യാണ്? കുറയുകയാണ്. ഒരാൾ ഗ്രൂപ്പിലേക്ക് വന്നാൽ ശരാശരി കൂടണം, നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരുന്നത്. കൂടുമ്പോൾ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കും എന്നാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും നമ്മുടെ പഴയ ശരാശരിയേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് സൈൻ വരും? മൈനസ് സൈൻ വരും. സാധാരണ സംഭവിക്കുന്നതിൽ നിന്നും വിപരീതമായി സംഭവിച്ചാൽ മൈനസ് സൈൻ ഇടണം എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ 43 മൈനസ്, പിന്നെ അകത്ത് നമ്മൾ എന്താ എഴുതാറ്? ആ പഴയ ശരാശരി എഴുതി മൈനസോ പ്ലസോ ഇട്ട് കൊടുത്തു. അകത്ത് നമ്മൾ ആകെയുള്ള അംഗസംഖ്യ എഴുതും. ആകെ ഇപ്പൊ എത്ര പേരായി? 12 പേരായി. നേരത്തെ 11 പേരായിരുന്നു, ഇപ്പൊ എത്ര പേരായി? 12 പേരായി. ഗുണം, നമ്മൾ ശരാശരിയിൽ വന്ന വ്യത്യാസവുമായിട്ടാണ് ഇവരെ ഗുണിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഇപ്പൊ ശരാശരിയിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ 43 മൈനസ് എക്സ് ചെയ്യണം, ശരിയല്ലേ? 43 ആയിരുന്നു പഴയ ശരാശരി. പുതിയ ശരാശരി എത്രയാണോ അവർ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ ഗുണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇത് കുറച്ചും കൂടെ ലെങ്തി ആണ് കേട്ടോ, മറ്റേ രീതിക്കാണ് ചെയ്യുന്നത്, ഈ ചോദ്യത്തിൽ എളുപ്പം. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ മൈനസ് വരുന്ന സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു, 40-നെ നമുക്ക് അങ്ങോട്ട് വിടാം. അപ്പൊ 12 ഗുണം 43 മൈനസ് എക്സ് എന്നുള്ള ഈ ടേമിനെ ഇപ്പുറത്തോട്ട് വിടുമ്പം ഈ മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. 43, ഈ 40 അപ്പുറത്തോട്ട് പോകുമ്പം മൈനസ് ആയിട്ട് പോവും. ഓക്കെ, ഇനി ഗുണിക്കാലോ. 12 ഗുണം 43 ചെയ്യുക, മൈനസ് 12x എന്ന് കിട്ടി. അത് എന്തിന് തുല്യമാണ്? 43 മൈനസ് 40, 3 എന്ന് കിട്ടി. ഇനി 43 ഗുണം 12 ചെയ്യുക. 12 ഗുണം 43, 3 ഗുണം 2 6, 3 ഗുണം 1 3, പ്ലസ് 4 ഗുണം 2 8, 8ഉം 3ഉം 11, ശിഷ്ടം 1, 4 1 4, 4 1 5, 516 എന്ന് കിട്ടി. 516. ഈ -3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പൊ എന്താവും? -3 ആകും. ഈ മൈനസ് കളയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നതേ ഉള്ളൂ കേട്ടോ. ഈ -12x അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 12x ആയിട്ട് മാറും. 516-ൽ നിന്നും 3 കുറച്ചാൽ എത്ര വരും? 513 എന്ന് വരും. ഓക്കെ, ഇനി 12നെ ഇങ്ങോട്ട് വിടാലോ. 513/12 ചെയ്താൽ നമുക്ക് പുതിയ ശരാശരി എക്സ് വില കിട്ടും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 42.75 എന്ന് കിട്ടും. നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മളുടെ ആൻസർ എത്രയാണ്? 42.75. നമ്മൾ പഠിച്ച ആ ഷോർട്ട് കട്ട് രീതി വെച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ഗുണിച്ച് ചെയ്യുന്ന രീതിക്കും ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്താലും ഉത്തരം ഒന്ന് തന്നെ കിട്ടും. അടുത്ത ചോദ്യം നോക്കിക്കേ, 1/2 പ്ലസ് 3/16 പ്ലസ് 5/64 എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ ചെയ്യാൻ പറ്റുക? ആദ്യം നമുക്ക് ലസാഗു കണ്ടുപിടിക്കണം. ഇപ്പൊ 2-ന്റെയും 16-ന്റെയും 64-ന്റെയും കൂടെ ലസാഗു എടുത്തോ. 2 വെച്ച് ഹരിക്കാം 1, 16-നെ 2 വെച്ച് ഹരിച്ചാൽ 8, 64-നെ 2 വെച്ച് ഹരിച്ചാൽ 32. വീണ്ടും 2 വെച്ച് ചെയ്തോ, 4 എന്ന് കിട്ടി. 32-ന്റെ പകുതി 16. വീണ്ടും 2 വെച്ച് ചെയ്താൽ 1 2 8 എന്ന് കിട്ടി. വീണ്ടും 2 വെച്ച് ചെയ്താൽ എത്ര വരും? 1 1 4 എന്ന് വരും. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. കാരണം ബാക്കിയുള്ള 2 1 തന്നെയല്ലേ. അപ്പൊ 2 ഗുണം 2 ചെയ്താൽ മാത്രമേ നമുക്ക് ആ 4-നെ 1 ആക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇനി എല്ല് പോലെ എല്ലാം കൂടെ അങ്ങ് ഗുണിച്ചോ. 2 ഗുണം 2 4, 4 ഗുണം 2 8, 8 ഗുണം 2 16, 16 ഗുണം 4 64. അപ്പൊ നമ്മുടെ LCM എത്ര കിട്ടി? 64 എന്ന് കിട്ടി. അപ്പൊ 64 നമുക്കിനി എല്ലാത്തിനും 64 ആക്കാലോ. 2-നെ എന്തുകൊണ്ട് ഗുണിക്കണം? 32 കൊണ്ട് ഗുണിച്ചാൽ 64. മുകളിലും 32 കൊണ്ട് ഗുണിക്കുക. 16-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 64 ആക്കാം. മുകളിലും 4 കൊണ്ട് ഗുണിക്കുക. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇവിടെ 64 തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ കൂട്ടാലോ. 1 ഗുണം 32 32 പ്ലസ് 4 ഗുണം 3 12 പ്ലസ് 5 ഡിവൈഡഡ് ബൈ ഇവിടെ 64 ഇവിടെ 64 ഇവിടെ 64. അപ്പം നമുക്ക് മൊത്തത്തിൽ 64 എന്ന് കോമൺ ആയിട്ട് എഴുതാം. ഇനി കൂട്ടിക്കോ. 2 2 4, 4 5 9,
3 1 4 49/64 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ ഇവിടെ ഏത് വരും? ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ, 49/64. അടുത്ത ചോദ്യം നോക്കിക്കേ. 25ന്റെ വർഗം ഗുണം 4ന്റെ വർഗം. 25ന്റെ വർഗം 625 ആണ്, 4ന്റെ വർഗം 16 ആണ്. രണ്ടും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. 25ന്റെ വർഗത്തിനെ നമുക്ക് 25 ഗുണം 25 എന്ന് എഴുതാം. ഇൻറ്റു 4ന്റെ വർഗത്തിനെ നമുക്ക് 4 ഗുണം 4 എന്ന് എഴുതാം. 25 ഗുണം 4 എത്രയാണ്? 100 ആണ്. നമ്മൾ പഠിച്ചതാ അല്ലേ? 25 ഗുണം 4 100 ആണ്. ഇൻറ്റു 25 ഗുണം 4 എത്രയാണ്? അതും 100 ആണ്. 100 ഗുണം 100 എത്ര വരും? 10,000 എന്ന് വരും. ഒന്ന് എഴുതുക, 4 0 ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 10,000. ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം. 48 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ 48 km/മണിക്കൂർ ആണ് വേഗത എന്ന് പറയുന്നത്. വേഗത നമുക്ക് 48 km/മണിക്കൂർ അല്ലെങ്കിൽ അവർ എന്ന് എഴുതാം. കിട്ടി. ഇനി 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? സമയം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 മണിക്കൂറാണ്. ഇവിടെ മണിക്കൂറാണ്, ഇവിടെ മണിക്കൂറാണ്. അതുകൊണ്ട് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. കാണാം. ഇപ്പൊ ദൂരം എന്ന് പറയുന്നത് എന്താണ്? വേഗതയെ സമയവുമായിട്ട് ഗുണിക്കുക. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അതിൽ എപ്പോഴും 2 സാധനം തന്നിട്ടുണ്ടാവും, ഒരെണ്ണത്തിനെ കണ്ടുപിടിക്കാനായിരിക്കും പറയുക. എപ്പോഴും നമ്മൾ ദൂരത്തിനെ ഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ തമ്മിൽ വരുമ്പോൾ ഗുണിക്കണം കേട്ടോ. അപ്പൊ വേഗതയും സമയം കൂടെ ഗുണിച്ചാൽ മതി. 48 ഗുണം 5 ചെയ്യുക. ഏതൊരു സംഖ്യയും 5ഉമായിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി, ആ സംഖ്യയുടെ നേർപകുതി എഴുതുക. 48ന്റെ നേർപകുതി എത്രയാ? 24. ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. 240 കിലോമീറ്റർ ആണ് നമ്മളുടെ ഉത്തരം. കണ്ടോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ നോക്കാം. സി 240 കിലോമീറ്റർ. സിമ്പിൾ ആയൊരു ചോദ്യമായിരുന്നു അല്ലേ? അടുത്ത ചോദ്യം. അടുത്ത് നോക്കിക്കേ. 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് എഴുതിക്കേ. 1/2, 3/4, 7/4, 7/2. 1ന്റെയും 4ന്റെയും ഇടയ്ക്ക് വരണം. 1നും 4നും ഇടയ്ക്ക് വരണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ കയ്യിൽ 16/4 ഉണ്ട്. 16/4 എന്ന് പറയുമ്പോൾ നിങ്ങൾ 16ന്റെ അകത്ത് എഴുതി, 4നെ പുറത്ത് എഴുതി. 4 ഗുണം 4 16. കണ്ടോ? എപ്പോഴും അകത്തെ സംഖ്യ നമ്മളുടെ സംഖ്യയെക്കാളും വലുതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 1ഓ അതിനേക്കാളും വലിയ വാല്യൂ ഉത്തരമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നോക്കിക്കേ. ഇവിടെ തന്നിരിക്കുന്ന ആള് 2. 2നെ വെച്ച് ഞാൻ 1നെ ഹരിച്ചാൽ 1 എന്ന് പറയുന്നത് 2നേക്കാളും ചെറുതല്ലേ? അപ്പൊ എന്താണേലും നമുക്ക് 1 അകത്ത് വരും, 2 പുറത്ത് വരും. 0 പോയിന്റ് എന്നല്ലേ ഉത്തരം കിട്ടുള്ളൂ. 1നേക്കാളും ചെറിയ വാല്യൂവേ കിട്ടത്തുള്ളൂ. സോ എപ്പോഴും 1നേക്കാളും വലിയ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളുടെ അംശം എന്ന് പറയുന്നത് ഛേദത്തിനേക്കാളും വലുതായിരിക്കണം. അപ്പൊ എന്തായാലും ഈ ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം, ഈ ഓപ്ഷനും വെട്ടിക്കളയാം. കാരണം എന്താ? ഇവിടെ ന്യൂമറേറ്റർ ഇതിനേക്കാളും ചെറുതാണ്, ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ്. രണ്ടും വെട്ടിക്കളഞ്ഞു. ഇനി 7/4 ഉണ്ട്, 7/2 ഉണ്ട്. 4 വെച്ചിട്ട് 7നെ ഹരിക്കുക. അപ്പൊ 4 ഗുണം 1 4, ശിഷ്ടം 3 എന്ന് കിട്ടി. അപ്പൊ 1 പോയിന്റ് വരും അല്ലെ? 1 പോയിന്റ് എന്ന ആൻസർ കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇനി 7നെ 2 വെച്ച് ഹരിച്ചാലോ? 2 ഗുണം 4 8 ആയി പോവും. 2 ഗുണം 3 നമുക്ക് 6 എന്ന് കിട്ടും. ശിഷ്ടം 1 എന്ന് കിട്ടി. 10 പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ 10 ആവും. അപ്പോൾ 2 ഗുണം 5 10, 3.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ആണെങ്കിലോ നമുക്ക് 1 പോയിന്റ് സംതിങ് എന്നാണ് ആൻസർ കിട്ടാൻ പോകുന്നത്. 30 ആകും. അപ്പോൾ 7 ഗുണം 4 28 എന്ന് കിട്ടി. ശിഷ്ടം 2. അപ്പോൾ 1.7 എന്ന് നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. 3.5 നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. 1.7 എന്ന് പറയുന്നത് 1നേക്കാളും വലിയ സംഖ്യയല്ലേ? അതെ. 3.5 എന്ന് പറയുന്നത് 4നേക്കാളും ചെറിയ സംഖ്യയല്ലേ? അതെ. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്താക്കാം? ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പൊ 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യകൾ ഇത് രണ്ടും പോസിബിൾ വാല്യൂസ് ആണ് കേട്ടോ. അപ്പൊ 7/4 വരാം, 7/2 വരാം. ചോദ്യം റദ്ദാക്കാനുള്ള സാധ്യത എന്താണെങ്കിലും ഉണ്ട്. അടുത്ത ചോദ്യം നോക്കിക്കേ. 13/7, 16/7, 19/7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 13/7, 16/7,
19/7. ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഏത്? എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3 അങ്ങനെ പോകുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഫ്രാക്ഷൻ ആണ്, ഒരു ഭിന്നസംഖ്യയാണ് അല്ലേ. അപ്പം 7നെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ 1. അപ്പോൾ 1 കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫ്രാക്ഷൻ എന്തായിരിക്കണം? 7/7 ആയിരിക്കണം. 2 കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫ്രാക്ഷൻ എന്തായിരിക്കണം? 14/7 ആയിരിക്കണം. എങ്കിലല്ലേ ഇത് വെട്ടിപ്പോയിട്ട് 2 എന്ന് ഉത്തരം കിട്ടുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കേ, 7/7 വരാനുള്ള സാധ്യത എന്താണെങ്കിലും ഇല്ല. നമുക്ക് 13 തൊട്ടാ തുടങ്ങുന്നത് തന്നെ അല്ലേ. പിന്നെ 14/7 വരില്ല, കാരണം 13 കഴിഞ്ഞ് നേരെ 16ലേക്കാണ് പോകുന്നത്. ഇനി ബാക്കിയുള്ള ഫ്രാക്ഷൻസ് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കണം കേട്ടോ. ഓപ്ഷനകത്ത് കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 1 ആണ് തന്നേക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം എന്താണെങ്കിലും വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. അത് രണ്ടും അങ്ങ് വെട്ടിക്കളയാം. ഇനി 4 ആണോ 5 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. 4 കിട്ടണമെങ്കിൽ 7 × 4 28. 28 എന്നുള്ള വാല്യൂ അവിടെ വരണം. കാരണം എന്താ? 28/7 വന്നാലേ ഉള്ളൂ 7 × 1 7, 7 × 4 28 എന്ന് വെട്ടിപ്പോവുള്ളൂ. അപ്പം 28 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 19 കഴിഞ്ഞാൽ 20, 21, 22, 22 കഴിഞ്ഞാൽ 23, 24, 25, 25 കഴിഞ്ഞാൽ 26, 27, 28. കണ്ടോ? 28 വരുന്നുണ്ട്. ഇതെല്ലാം 3 വീതം കൂടിക്കൂടിയല്ലേ പോകുന്നേ. 3 വീതം കൂടിക്കൂടി പോകുന്നതുകൊണ്ട് ചെറിയ സംഖ്യയല്ലേ, കയ്യിൽ തന്നെ ഉത്തരം എഴുതാനുള്ളതേ ഉള്ളൂ. വേറെ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ഷോർട്ട് കട്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 19 കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ സംഖ്യ ഏതാണ്? 22 ആണ്. അടുത്ത മൂന്നാമത്തെ സംഖ്യ 25, അതിൻ്റെ അടുത്ത മൂന്നാമത്തെ സംഖ്യ 28 ആയിരിക്കും. സോ 28 എന്നുള്ള ആൻസർ നമുക്ക് അവിടെ വരും. അപ്പം നമ്മുടെ ഈ ഫ്രാക്ഷനിൽ 28/7 എന്നൊരു ഫ്രാക്ഷൻ വരും. അപ്പം അത് വെട്ടിക്കളഞ്ഞാൽ എന്ത് ഉത്തരം കിട്ടും? 4 എന്ന ഉത്തരം കിട്ടും. അപ്പം ആദ്യം വരുന്ന എണ്ണൽ സംഖ്യ ഏതാണ്? 28. അപ്പം 28/7 കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. കണ്ടോ? അപ്പം നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ 4 ആണ്. ഇനി 5 കിട്ടുമെന്ന് നോക്കി സമയം കളയണ്ട കേട്ടോ, കാരണം ആദ്യത്തെ എണ്ണൽ സംഖ്യ നമ്മളോട് ചോദിച്ചേക്കുന്നേ. അപ്പം 4 കിട്ടിയാൽ പിന്നെ ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം. 3/4, 5/8 എന്നീ സംഖ്യകളിലെ ലസാഗു കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. LCM കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രാക്ഷൻസിന്റെ കേസിൽ LCM കാണാൻ പറഞ്ഞാൽ മുകളിൽ കിടക്കുന്ന ആൾക്കാരുടെ LCM കാണുക, താഴെ കിടക്കുന്ന ആൾക്കാരുടെ ഉസാഖ കാണുക, HCF കാണുക. കണ്ടോ? ഇവിടെ 4ഉം 8ഉം ആണ്, മുകളിൽ 3ഉം 5ഉം ആണ്. അപ്പൊ ഫ്രാക്ഷൻസ് തരികയാണെങ്കിൽ ലസാഗു കാണാൻ പറഞ്ഞാൽ മുകളിൽ കിടക്കുന്നവരുടെ ലസാഗു കണ്ടുപിടിക്കുക, താഴെ കിടക്കുന്നവരുടെ ഉസാഖ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നേരെ തിരിച്ച്, ഇപ്പൊ നിങ്ങളോട് ഇവിടെ LCMത്തിന് പകരം ഉസാഖ അല്ലെങ്കിൽ HCF കാണാനാ പറഞ്ഞെങ്കിലോ മുകളിൽ കിടക്കുന്നവരുടെ HCF കാണണം, താഴെ കിടക്കുന്നവരുടെ LCM കാണണം. എപ്പോഴും തിരിച്ച് ചെയ്യണം എന്ന് ഓർക്കുക. മുകളിൽ നമ്മൾ LCM ആണെങ്കിൽ താഴെ HCF ചെയ്യുക, മുകളിൽ HCF ആണെങ്കിൽ താഴെ LCM ചെയ്യുക. ഇനി എന്താണ് ചെയ്യാലോ? 3നും 5നും കോമൺ ആയിട്ട് എന്തെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പൊ അവരെ തമ്മിൽ ഗുണിക്കുന്നതായിരിക്കും അവരുടെ ലസാഗു. 5 × 3 15 എന്ന് കിട്ടി. ബൈ 4ന്റെയും 8ന്റെയും കൂടെ എന്ത് കാണണം? ഉസാഖ കാണണം. ചെയ്തോ? 4ഉം 8ഉം കൂടെ 8 ഉസാഖ കണ്ടുപിടിച്ചോ? 2ഉമായിട്ട് ഹരിക്കാമല്ലോ. അപ്പൊ 2 × 2 4, 4 × 2 8. വീണ്ടും 2ഉമായിട്ട് ഹരിക്കാമല്ലോ. 1 × 2 2, 2 × 2 4. ഇനി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഉസാഖ എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന 2 സംഖ്യകളെയും ഒരേപോലെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ മാത്രം എടുത്ത് ഗുണിക്കണം. ഇവിടെ 4നെയും 8നെയും ഞാൻ 2 വെച്ച് ഹരിച്ചു, അപ്പൊ എനിക്ക് ആ 2 എടുക്കാം. ഇവിടെ 2നെയും 4നെയും ഞാൻ ഈ 2 വെച്ച് ഹരിച്ചു, അപ്പൊ എനിക്ക് ആ 2ഉം എടുക്കാം. സോ 2 × 2 എത്രയാണ്? 4. നമ്മുടെ ഉസാഖ എത്ര വന്നു? 4 എന്ന് വന്നു. ഈ 2 എടുക്കരുത് കേട്ടോ. അത് നമ്മൾ LCMലാണ് L പോലെ ഗുണിക്കുക. ഉസാഖ എടുക്കുമ്പോൾ അങ്ങനെയല്ല, ഏതാണോ വരിക കോമൺ ആയിട്ട് വരുന്ന സംഖ്യകളെ മാത്രം ഗുണിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ വരിക 15/4 എന്നാണ്. പക്ഷെ ഓപ്ഷൻ തെറ്റാണ് കേട്ടോ. ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ ഇല്ല. 15/32 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ത് ലോജിക്കലാണ് 32 എന്നുള്ളൊരു ഉത്തരം കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ്? 15/4 ആണ്. ചോദ്യം ക്യാൻസൽ ചെയ്യും കേട്ടോ. ഓപ്ഷൻ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ
വാങ്ങിയ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കച്ചവടക്കാരൻ ഒരു സാധനം എത്ര രൂപയ്ക്ക് വിറ്റു? 700 രൂപയ്ക്ക് വിറ്റു. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? വാങ്ങിയ വില കാണണം. അപ്പോൾ വാങ്ങിയ വില കാണാൻ ആദ്യം എന്ത് ചെയ്യണം? വിറ്റ വില എഴുതുക. 700 രൂപയ്ക്ക് വിറ്റു, വിറ്റ വില എഴുതി, ഇൻറ്റു തന്നിരിക്കുന്ന ശതമാനം. ലാഭമാണെങ്കിൽ 100ന്റെ കൂടെ ശതമാനം കൂട്ടണം, നഷ്ടമാണെങ്കിൽ 100ൽ നിന്നും ശതമാനം കുറയ്ക്കണം. 30% നഷ്ടം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 100ൽ നിന്നും 30 കുറച്ചാൽ എത്ര വരും? 70. കണ്ടോ? അപ്പൊ 70/100 എന്ന് കിട്ടും. ഇനി വാങ്ങിയ വില കാണണമെങ്കിൽ 100നെ മുകളിൽ എഴുതണം. 100/70 എന്നാണ് ഗുണിക്കുക. വിറ്റ വിലയാണെങ്കിൽ 100 താഴെ വരും, വാങ്ങിയ വിലയാണെങ്കിൽ 100 മുകളിൽ പോകും. ഇനി നമുക്ക് വെട്ടാലോ? 0 0 വെട്ടി. 7 × 1 7, 7 × 100 700, 100 × 10 എത്രയാണ്? 1000. കണ്ടോ? 1000 രൂപയ്ക്കാണ് പുള്ളിക്കാരൻ ആ സാധനം വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ വാങ്ങിയ വില എത്രയാണ്? 1000 രൂപ. ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി, 1000 രൂപ എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കിക്കേ. സാധാരണ ഇങ്ങനത്തെ ചോദ്യം കാണുമ്പോണ്ടല്ലോ കുട്ടികൾ പൊതുവെ പേടിച്ചു പോകും, അത് അറ്റൻഡ് ചെയ്യാതെ അങ്ങ് വിടും. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, 0.111 എന്ന് പറഞ്ഞ് അങ്ങ് പോവല്ലേ, എല്ലാം ഒരേ സംഖ്യ റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ അങ്ങനെയാണ്, 0.444 എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ്. ഇതുപോലെ റെക്കറിങ് സീരീസ് വരികയാണെങ്കിൽ ആദ്യത്തെ നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ളതൊന്നും നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. ഇവിടെ എത്രയാണ്? 0.1 ആണ് അല്ലേ? അപ്പൊ എനിക്ക് 1/10 എന്ന് എഴുതാലോ. 0.1നെ ഞാൻ 1/10 എന്ന് എഴുതി, കാരണം പോയിന്റിന് ശേഷം ഞാൻ ഇവിടെ ഒരു സംഖ്യ എന്നാണ് എടുത്തത്. പോയിന്റിന് ശേഷം ഒരു സംഖ്യ വന്നാൽ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇൻറ്റു ഇവിടെയോ 0.4 മാത്രം എടുത്താൽ മതി. 0.4 എന്ന് പറഞ്ഞാൽ 4/10. ശരിയല്ലേ? 4 × 1 എത്രയാണ്? 4 ആണ്. 10 × 10 എത്രയാണ്? 100 ആണ്. ഇനി 4/100ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 2. 100ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 10. അപ്പൊ നമുക്ക് ആൻസർ എത്ര വന്നു? 0.2 എന്ന് വന്നു. ഇനി 0.1ഉം 0.4ഉം കൂടെ ഗുണിച്ചിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചപ്പോൾ 0.2 എന്ന് കിട്ടിയാൽ 0.1111ഉം 0.4444ഉം കൂടെ നമ്മൾ ഗുണിച്ചാലും 1 × 4 4, 1 × 4 4, നമുക്ക് എന്താ തന്നെ കിട്ടുക? 0.444 തന്നെയായിരിക്കും കിട്ടുക. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ 0.22222 എന്നായിരിക്കും ഉത്തരം കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളുടെ ആൻസർ എത്ര വരും? 0.2222 അങ്ങ് പോവും. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 0.222 ... അതാണ് നമ്മളുടെ ആൻസർ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം ഒരേ നമ്പേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട, ആ നമ്പർ മാത്രം എടുക്കുക, എന്നിട്ട് ഗുണിക്കുക, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ആ ആൻസറിന്റെ കൂടെ ബാക്കിയുള്ളത് ഗുണിച്ചാലും സെയിം വാല്യൂ അല്ലേ വരുള്ളൂ. അപ്പൊ നമുക്ക് എന്താണേലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 0.2222 എന്നൊക്കെ കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ നോക്കുക, മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. അസംബ്ലിയിൽ 10A ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും 25-മതും പിന്നിൽ നിന്നും 13-മതുമാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, മുന്നിൽ നിന്നുള്ള സ്ഥാനം എഴുതുക 25, പിന്നിൽ നിന്നുള്ള സ്ഥാനം എഴുതുക 13, രണ്ടും കൂടെ കൂട്ടുക. ഓക്കെ, മുന്നിൽ നിന്നുള്ള സ്ഥാനം എഴുതി, പിന്നിൽ നിന്നുള്ള സ്ഥാനം എഴുതി, രണ്ടും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും 1 കുറയ്ക്കുക. കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും 1 കുറയ്ക്കുക. 5 3 8, 2 1 3, 38ൽ നിന്നും 1 കുറച്ചാൽ 37. കണ്ടോ? അപ്പൊ ആ വരിയിലാകെ എത്ര പേരുണ്ട്? 37 പേരുണ്ട്. ആൻസർ നോക്കിക്കേ, ഓപ്ഷൻ ഡി 37 എന്ന് കിട്ടി. ഈ 1 കുറച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. അവിടെ 38 എന്നുള്ളൊരു ആൻസറും കൂടെ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം. മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പഠിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു അല്ലേ, ഇതൊക്കെ പഠിച്ചു വെച്ചോണം. അപ്പൊ നോക്കിക്കേ, 1 മുതൽ 100 വരെയുള്ള സംഖ്യ. അപ്പൊ ആദ്യത്തെ 100 സംഖ്യകൾ നമുക്ക് എടുക്കാലോ. അപ്പൊ ഇവിടെ എന്നിന്റെ വില ഞാൻ എത്ര എടുത്തു? 100 എന്ന് എടുത്തു. ശരാശരിയാണ് കാണേണ്ടത്. അപ്പം n × n+1/2 ആണ് നമ്മളുടെ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ടോട്ടൽ നമ്പറുമായിട്ട് ഹരിക്കണം. അപ്പൊ ദേ ഈ എന്നും എന്ത് ചെയ്യും? വെട്ടിപ്പോകും. അപ്പൊ നമ്മുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്താണ്?
n+1/2 ചെയ്താൽ മതി. ഇപ്പം ആദ്യം 1 മുതൽ 100 വരെ എത്ര സംഖ്യ? 100 സംഖ്യ. അതുകൊണ്ടാണ് ഞാനിവിടെ n 100 എടുത്തത് കേട്ടോ. അപ്പം n+1 എത്ര വരും? 101 എന്ന് വന്നു. 101/2. 101ന്റെ പകുതി, 100ന്റെ പകുതി 50, 1ന്റെ പകുതി 0.5. അപ്പം നമ്മുടെ ആൻസർ എത്ര വന്നു? 50.5 എന്ന് വന്നു. കണ്ടോ? അപ്പൊ ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി 50.5. അടുത്ത ചോദ്യം. രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാകും. അങ്ങനെയാണെങ്കിൽ രാജുവിന്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, രാജുവിന്റെ വയസ്സ് ഞാൻ എക്സ് എന്നെടുത്തു. രാജു അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ അവന്റെ അനിയൻ എത്ര വയസ്സായിരിക്കും? x-10 ആയിരിക്കും. ശരിയല്ലേ? രാജുവിന് x ആണെങ്കിൽ രാജുവിന്റെ അനിയൻ അവനേക്കാളും 10 വയസ്സിന് ഇളയതാണ്. x-10. അപ്പൊ ഇതാണ് നമ്മളുടെ രാജു. ഇതാണ് രാജുവിന്റെ ബ്രദർ കേട്ടോ. ബ്രദർ എന്ന് ഞാൻ അങ്ങോട്ട് എഴുതി. ഇനി 5 വർഷം കഴിയുമ്പോൾ, 5 years after, 5 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാകും. 5 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? രാജുവിന്റെ വയസ്സ് x+5 ആകും അല്ലെ? 5 വയസ്സ് കൂടും. രാജുവിന്റെ ബ്രദറിനും എന്ത് ചെയ്യും? x-10ന്റെ കൂടെ 5 വയസ്സ് കൂടും. അപ്പൊ രണ്ടുപേർക്ക് 5 വയസ്സ് വീതം കൂടി. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് അവന്റെ അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാകും. അതായത് 2 ഗുണം ഇത്ര വാല്യൂ ആണ് അവന്റെ പ്രായം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിച്ചൂടെ? x+5 എന്ന് പറയുന്നത് 2. ഇവിടെ നോക്കിക്കേ, 10ഉം 5ഉം, 10ൽ നിന്നും 5 കുറയ്ക്കണം. കാരണം ഒരാൾ പ്ലസും ഒരാൾ മൈനസും ആണ്. 10ൽ നിന്നും 5 കുറച്ചാൽ എത്ര വരും? 5 എന്ന് വരും. നമുക്ക് ഗുണിക്കാലോ. 2x എന്ന് കിട്ടി. 5 ഗുണം 2 എത്ര വരും? 10 എന്ന് കിട്ടി. എക്സിനെ അങ്ങോട്ട് വിട്ടോ, 10നെ ഇങ്ങോട്ട് വിട്ടോ. അപ്പൊ 10നെ ഇങ്ങോട്ട് വിടുമ്പം -10 എന്തായിട്ട് മാറും? +10 ആയിട്ട് മാറും. ഈ 2xന്റെ അങ്ങോട്ട് നമ്മൾ ഈ എക്സിനെ വിടുകയാണേ. ഇവിടെ പ്ലസ് ആയി കിടന്നയാൾ അപ്പുറത്ത് പോകുമ്പം മൈനസ് ആകും. ഇനി 10ഉം 5ഉം എത്രയാ? 15. 2xൽ നിന്ന് 1x പോയാൽ x. കണ്ടോ? അപ്പൊ എക്സിന്റെ വില എത്രയാണ്? 15 ആണ്. ഇത്രയൊന്നും ചെയ്യണ്ട കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസർ കണ്ടുപിടിക്കാം. ഇത് പിന്നെ സിമ്പിൾ കാൽക്കുലേഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സിന്റെ വില 15. രാജുവിന്റെ പ്രായമാണ് നമ്മൾ x ആയിട്ട് എടുത്തത്. രാജുവിന് എത്ര വയസ്സുണ്ട്? 15 വയസ്സുണ്ട്. ആൻസർ നോക്കാം. ബി 15 ആണ് രാജുവിന്റെ വയസ്സ്. അടുത്ത ചോദ്യം. 100 ഗുണം 83 ഗുണം 39നെ 9 ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, 100നെ 9 ഹരിച്ചാൽ എത്ര കിട്ടും ശിഷ്ടം? 100ന്റെ തൊട്ട് പുറകിൽ 99 ഉണ്ട് അല്ലേ? 9നെ 99 നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഹരിക്കാം. 11 ഗുണം 9 99. അപ്പൊ ഇവിടെ ശിഷ്ടം എത്ര വരും? 1 എന്ന് കിട്ടും. 83നെ 9 ഹരിച്ചാലോ? 9 ഗുണം 9 81 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 81 കഴിഞ്ഞാൽ 82 83. ഇവിടെ നമുക്ക് ശിഷ്ടം എത്ര വരും? 2 എന്ന് വരും. 39നെ 9 ഹരിച്ചാലോ? 9 ഗുണം 4 36 ആണ്. പോയിട്ട് ശിഷ്ടം 37 38 39. ശിഷ്ടം 3 എന്ന് കിട്ടി. ഇത് 3ഉം കൂടെ കൂട്ടിയാൽ മതി. 3ഉം 2ഉം 5, 5 1 6. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ആൻസർ നമുക്കിവിടെ ഓപ്ഷൻ എ 6 എന്ന് കിട്ടി. കണ്ടോ? സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമായിരുന്നു. അല്ലാതെ നിങ്ങൾ ഇതെല്ലാം കൂടെ ഗുണിച്ച് 9 ഹരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. അപ്പോൾ ഓരോന്നിനെയും ഹരിച്ചു നോക്കുക. 100നെ 9 ഹരിക്കുമ്പോൾ 9 ഗുണം 11 99. ശിഷ്ടം 1 വരും. ഇവിടെ ആണെങ്കിൽ 2 വരും. ഇവിടെ ആണെങ്കിൽ 3 വരും. എല്ലാം കൂടെ കൂട്ടിയാൽ 6 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കിക്കേ. 6:210 ആണെങ്കിൽ 10 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ 210 കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ? 6ന്റെ ക്യൂബ് എത്രയാ? 216 ആണ് അല്ലെ? അതിൽ നിന്നും 6 കുറച്ചാൽ എന്ത് കിട്ടും? 210 കിട്ടും. അങ്ങനെയാണെങ്കിൽ 10ന്റെ ക്യൂബ് എത്രയാണ്? 1000 ആണ്. അതിൽ നിന്നും 10 കുറച്ചാൽ എന്ത് വരും? ഈ കിടക്കുന്ന സംഖ്യയാണ് കുറയ്ക്കുക. ഇവിടെ ഈ കിടക്കുന്ന 6 കുറച്ചു, അപ്പൊ 210 എന്ന് വന്നു. ഇവിടെ 1000ൽ നിന്ന് നമ്മൾ 10 കുറച്ചു, അപ്പൊ എന്ത് വന്നു? 990 എന്ന് വന്നു. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 990. ഓപ്ഷൻ ആൻസർ വരിക ഓപ്ഷൻ ബി 990. അതിന് ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? ഈ 1000ൽ നിന്നും ഇവിടെ നമ്മൾ 6 ആണല്ലോ കുറച്ച്, അപ്പൊ ഇവിടെ 6 കുറയ്ക്കാലോ എന്ന് ചിന്തിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ 994
4 എന്ന ഉത്തരം കിട്ടും. അതും നമ്മുടെ ഓപ്ഷനകത്തുണ്ട്. ഇനി PC തന്നെ തീരുമാനിക്കണം ഏത് ആൻസർ ആണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത്. 6 ആണോ കുറയ്ക്കേണ്ടത്, 10 ആണോ കുറയ്ക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ ലോജിക് അനുസരിച്ച് ആ സംഖ്യയുടെ ക്യൂബ് കാണുക, ആ സംഖ്യ കുറയ്ക്കുക. അപ്പൊ 210 ആയി. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക, 10ന്റെ ക്യൂബ് കാണുക, അതിൽ നിന്നും 10 കുറയ്ക്കുക. അപ്പൊ 990. ഓപ്ഷൻ നമുക്ക് 990 തന്നെ വരാനാണ് കേട്ടോ സാധ്യത. അടുത്ത ചോദ്യം നോക്കിക്കേ. 57 + 61 + 65 + 69 + 73 + 77 ഇതെല്ലാം കൂടെ കൂട്ടുക 30 ഹരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ചെയ്യാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. ഈ 30നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 5 എന്ന് എഴുതി കൊടുത്തൂടെ? 6 × 5 ആണ് 30 എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, 57 + 61 + 65 + 69 ഈ സംഖ്യകൾ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ ശരാശരി കാണുന്നത് എങ്ങനെയാ? എല്ലാ സംഖ്യകളെയും കൂടെ കൂട്ടും, അവരുടെ ടോട്ടൽ സംഖ്യയുമായിട്ട് ഹരിക്കും. നമ്മൾ അങ്ങനെയാണ് പൊതുവെ ശരാശരി കണ്ടുപിടിക്കാറ്, ശരിയല്ലേ? ഇനി എനിക്കപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 57 + 61 + 65 + 69 + 73 + 77 ഡിവൈഡഡ് ബൈ 6 × 1/5 ഇങ്ങനെ എഴുതിക്കൂടെ? കാരണം എന്താ, × 1/5 എന്ന് പറഞ്ഞാൽ 5 ഇവിടെ ഗുണിക്കണം, 1നെ വെച്ച് ഇവിടെ ഗുണിക്കണം. നമ്മൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അത്രേ ചെയ്തുള്ളൂ കേട്ടോ. ഇനി ഇവിടെ എത്ര സംഖ്യകളുണ്ട്? 1 2 3 4 5 6 6 സംഖ്യകളുണ്ട്. 6 സംഖ്യകളെ 6 ഹരിച്ചാൽ, ഓക്കെ, 6 സംഖ്യകളെ കൂട്ടി 6 ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും. ഇവിടെ നോക്കിക്കേ, എല്ലാവരുടെയും വ്യത്യാസം എത്രയാ? 57നെ 61 ആക്കാൻ 4 കൂട്ടണം, 61നെ 65 ആക്കാൻ 4 കൂട്ടണം, 65നെ 69 ആക്കാനും 4 കൂട്ടണം. അപ്പൊ എല്ലാ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. ഇതുപോലെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സംഖ്യകൾ, തുടർച്ചയായ സംഖ്യകൾ, ഒരേ രീതിയിൽ വരുന്ന സംഖ്യകൾ ഒരുമിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ശരാശരി എന്ന് പറയുന്നത് അവരുടെ നടുക്ക് കിടക്കുന്ന സംഖ്യയായിരിക്കും. ഓക്കെ, ഇവിടെ നടുക്ക് കിടക്കുന്ന ആളാരാ? 1 2 3. ഇയാളും ഇയാളും 65ഉം 69ഉം ആണ് നടുക്ക് കിടക്കുന്നത്. ഇപ്പുറത്തോട്ടും 2 സംഖ്യ, അപ്പുറത്തോട്ടും 2 സംഖ്യ. ഇവരെ തമ്മിൽ കൂട്ടിയിട്ട് 2 ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ നടുക്ക് കിടക്കുന്ന സംഖ്യയായിരിക്കും നമ്മളുടെ ശരാശരി എന്ന് പറയുന്നത്. ഇനി നടുക്ക് ചിലപ്പോൾ നമുക്ക് 2 സംഖ്യകൾ വരും ഇതുപോലെ. അങ്ങനെ വന്നാൽ അവരെ തമ്മിൽ കൂട്ടുക, അവരുടെ മിഡിൽ നമ്പർ കണ്ടുപിടിക്കുക. 65ന്റെയും 69ന്റെയും നടുക്ക് കിടക്കുന്ന സംഖ്യ ഏതാണ്? 65നെയും 69നെയും കൂടെ കൂട്ടുക, 2 ഹരിക്കുക. അപ്പൊ കൂട്ടിക്കോ, 65 + 69 ചെയ്യുക. 9 1 10, 10 4 14, ശിഷ്ടം 1, 6 6 12 1 13, 134. 134നെ എന്ത് ചെയ്യണം? 2 ഹരിക്കുക. 6 × 2 12, ശിഷ്ടം 1, 14 എന്ന് വരും. 7 × 2 14. അപ്പൊ നമ്മുടെ മിഡിൽ നമ്പർ ഇവിടെ ഏതാണ്? 67. അപ്പൊ നിങ്ങൾ ഇത്രയും സംഖ്യകളെ കൂട്ടി 6 ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 67 എന്ന് ഉത്തരം കിട്ടും. കഴിഞ്ഞില്ല, ഇൻറ്റു ഒരു 1/5 ഇവിടെ ഉണ്ട്. അപ്പൊ 67നെ എന്ത് ചെയ്യണം? 5 ഹരിക്കണം. 67നെ നമുക്ക് അപ്പം എന്ത് ചെയ്യാം? 5 ഹരിക്കാം. 5 × 1 5, ശിഷ്ടം 1, 17 എന്ന് കിട്ടി. 5 × 3 15 പോയിട്ട് ശിഷ്ടം 2 എന്ന് കിട്ടി. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാമല്ലോ. പോയിന്റ് ഇട്ട് കൊടുത്തോ. 5 × 4 നമുക്ക് 20 എന്ന് വരിക. അപ്പൊ ആൻസർ എത്ര വന്നു? 13.4 എന്ന് കിട്ടി. കണ്ടോ, 13.4 ആണ് നമ്മളുടെ ആൻസർ കേട്ടോ. അപ്പൊ ഇത് വളരെ സിമ്പിളായി ചെയ്തൊരു രീതിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടണം, 30 ഹരിക്കണം. അങ്ങനെ ചെയ്താലും ഇതേ ആൻസർ തന്നെ വരും. കുറച്ച് കാൽക്കുലേഷൻ കൂടുതൽ സമയം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഏതാണോ സിമ്പിളായി തോന്നുന്നത് ആ രീതിക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ആൻസർ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ എ 13.4 എന്ന് കിട്ടി. അടുത്ത ചോദ്യം ഞാനെ കണ്ടെത്തുക. 179, 157, 113, 164. ഇതിൽ ആരാണ് ഒറ്റയാൻ? നോക്കുമ്പോൾ തന്നെ അറിയാലോ 164 ആണ് ഒറ്റയാൻ. കാരണം എന്താണ്? ഇരട്ട സംഖ്യ, ബാക്കി എല്ലാം എന്താണ്? ഒറ്റ സംഖ്യകളാണ്. അപ്പൊ നമുക്ക് ആ ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ എന്ത് വരും? 164 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം -2 1 6 13. അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വ്യത്യാസം കണ്ടുപിടിക്കാമല്ലോ. 13ഉം 6ഉമായിട്ടുള്ള വ്യത്യാസം എത്രയാണ്? 7 ആണ് അല്ലേ? 6ഉം 7ഉം 13. 6ൽ നിന്ന് 1 കുറച്ചാൽ 5. 1ൽ നിന്നും 2 കുറയ്ക്കുമല്ല, 2 കൂട്ടണം. എന്തുകൊണ്ടാ?
സാധാരണ 1 മൈനസ് ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യ 6 മൈനസ് 1 നമ്മൾ ചെയ്യുക. 6 മൈനസ് 1 5. ഇപ്പോൾ 1 മൈനസ് മൈനസ് 2 ചെയ്യണം. 1 മൈനസ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താകും? 1 പ്ലസ് 2 ആകും. നമ്മൾ പഠിച്ചതാ, മൈനസ് ഗുണം മൈനസ് വന്നാൽ അത് പ്ലസ് ആകും. ഇപ്പൊ 1ഉം 2ഉം എത്രയാ? 3. കണ്ടോ, ഇവിടുത്തെ വ്യത്യാസം 3 എന്ന് കിട്ടി, ഇവിടുത്തെ വ്യത്യാസം 5, ഇവിടുത്തെ വ്യത്യാസം 7. അപ്പൊ അടുത്തത് ഏത് വരണം? 9 വരണം. 3ഉം 10ഉം 23 1 കുറച്ചു 22. നമ്മളുടെ ഉത്തരം എത്ര വരും? 22 എന്ന്. ആൻസർ ഇവിടെ ഓപ്ഷൻ എ 22 എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയാലും മതി. 5 കഴിഞ്ഞാൽ 7 വന്നു, അപ്പൊ 7 കഴിഞ്ഞാൽ 9 വരാനല്ലേ സാധ്യതയുള്ളൂ. യൂണിവേഴ്സിറ്റി LGS മെയിൻസിൽ ചോദിച്ചിരുന്ന കണക്ക് ചോദ്യങ്ങൾ എന്താണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം സിമ്പിളായ ചോദ്യങ്ങളായിരുന്നു. നമ്മൾ പല ക്ലാസ്സുകളിലായി ആവർത്തിച്ച് ചെയ്യിച്ച സെയിം പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, നമ്പറുകൾ വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരുന്നു മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ മസ്റ്റായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത എല്ലാ മേഖലയിൽ നിന്നും ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത കുട്ടികൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ ഇനിയും അനാലിസിസ് വീഡിയോസ് ഒക്കെ തന്നെ ചെയ്യുന്നുണ്ടാവും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.